തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസം തന്നെ ക്ലിഫ് ഹൗസിൽ നിന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഒഴിഞ്ഞു. ഒരു വാടക വീട്ടിലേക്ക് പോയി. ആ വാടക വീടിന് 3 ലക്ഷം രൂപയാണ് വാടക എന്ന രൂപത്തിൽ ചാനലിന്റെ കാർഡുകൾ പ്രചരിക്കുന്നത് നമ്മൾ കാണുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന കമ്പനി സിംഗപ്പൂരിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ എത്ര വർഷങ്ങളായി, രാജ്യത്ത് എത്ര വർഷമായിട്ട് പ്രചരിപ്പിച്ചു? താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അങ്ങനെ ഇല്ല എന്ന് വന്ന് പത്രസമ്മേളനം നടത്തി പറയേണ്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത്. എത്രയോ അധിക്ഷേപങ്ങൾ, കള്ളവാർത്തകൾ, വ്യാജ വാർത്തകൾ. ശ്രീ അരുൺകുമാർ, ഇവിടെ ഇപ്പോ വീണയുടെ ലോക്കർ പിടിച്ചെടുത്തിരിക്കുകയാണ്. വിദേശ അക്കൗണ്ടിലേക്ക് അന്വേഷണം പോകുന്നു എന്ന് മാത്രമല്ല, താങ്കൾക്കറിയാമല്ലോ ഇന്നൊരു പുതിയ പരാതി കൂടി, പരാതി നേരത്തെ ഉള്ളതാണ്, പക്ഷേ ഇടിക്ക് ഒരു പുതിയ പരാതിയായി ഷോൺ ജോർജ് പറയുന്നത് അബുദാബി കമേഴ്ഷ്യൽ ബാങ്കിലെ വീണയുടെ 2019 അക്കൗണ്ടുകളുടെ വിശദാംശങ്ങളിലേക്ക് കൂടി അന്വേഷണം പോകണമെന്നാണ്. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ അടുപ്പക്കാരിലേക്ക് എത്തുന്നതിൻ്റെ ഒരു തുടക്കം കൂടിയാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിനോടുള്ള മറുപടി: ഏത് തരത്തിലുള്ള അന്വേഷണവും രാജ്യത്തെ ഏത് അന്വേഷണ ഏജൻസിക്കും നടത്താം. ഒരു നിയമപരമായിട്ടുള്ള തടസ്സമോ ബുദ്ധിമുട്ടോ ഇല്ല. അത് നിയമപരമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ വളരെ വൈകിയാണ് ഈ ചർച്ചയിൽ കയറുന്നത്. ഇതിൽ കോൺഗ്രസ് പ്രതിനിധിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വാചകം പറയുന്നത് കേട്ടു. 242 അക്കൗണ്ടുകൾ സീസ് ചെയ്തു അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തു എന്ന രൂപത്തിലൊക്കെ പറയുമ്പോൾ ഈ കേസിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം പറയാൻ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായി നടക്കുന്ന പ്രചരണം കുറേ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഞാനത് പിൻവലിച്ചു. പ്രധാനപ്പെട്ട ചാനലുകൾ ഉൾപ്പെടെ ഇവിടെ ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും കോടീശ്വരൻ പിണറായി വിജയനാണ് എന്ന് പറഞ്ഞ് ഫോട്ടോ വച്ച് കാർഡുകൾ പ്രസിദ്ധീകരിക്കുന്നു. 2 ദിവസം കൊണ്ട് എത്താവുന്നിടത്തൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് ആ ചാനൽ ഞങ്ങൾ ഫാക്ട് ഫൈൻഡിങ് നടത്തി, ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഇപ്പോൾ കണ്ടോൺമെൻറ് ഹൗസ് പ്രതിപക്ഷ നേതാവിനുള്ളതാണ്. അത് ഇതുവരെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ VD സതീശൻ ഒഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങോട്ട് താമസം മാറ്റാൻ കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസം തന്നെ ക്ലിഫ് ഹൗസിൽ നിന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഒഴിഞ്ഞു. ഒരു വാടക വീട്ടിലേക്ക് പോയി. ആ വാടക വീടിന് 3 ലക്ഷം രൂപയാണ് വാടക എന്ന രൂപത്തിൽ ചാനലിന്റെ കാർഡുകൾ പ്രചരിക്കുന്നത് നമ്മൾ കാണുന്നു. ഇന്നലെ മുതൽ 2 ദിവസമായി 242 അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തു. 242 വീണയുടെ രൂപത്തിൽ പ്രചരിക്കുന്നു. അല്ല, അത് തിരുവനന്തപുരം പട്ടണത്തിൽ വാടകയ്ക്ക് കിട്ടാവുന്ന വീട്, പ്രത്യേകിച്ച് സുരക്ഷാ സംവിധാനമുള്ള, അപ്പം എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി തന്നെയാണല്ലോ പ്രതിപക്ഷ നേതാവ്. അതൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സുരക്ഷ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. 10 കൊല്ലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സുരക്ഷയാണ് പിണറായി വിജയന് വേണ്ടത് കേരളത്തിൽ. 3 ലക്ഷം രൂപ വാടക. ഞാൻ പറയട്ടെ, ഇടപെടലേ. അതായത് അദ്ദേഹത്തിന്റെ കേരളത്തിൽ മറ്റു മുഖ്യമന്ത്രിമാരും ഉണ്ടായിരുന്നു, പാർട്ടിയുടെ കേരളത്തിൽ മറ്റു മുഖ്യമന്ത്രിമാരും ടൗണിൽ ഇതൊക്കെ പോയിട്ട് ഇപ്പം അതിലേക്ക് വന്നു. നിങ്ങൾക്ക് മറ്റതെല്ലാം ഈ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളെല്ലാം പിൻവലിക്കേണ്ടി വരും. ഞങ്ങൾ കരുത്തോടെ ചങ്കുറ്റത്തോടെ ഇത് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓരോ ആരോപണം എന്ന് തുടങ്ങിയതാ ഇത് 2014-15 മുതൽ തുടങ്ങിയതല്ലേ. 2006 ഉമ്മൻചാണ്ടി അവസാന മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിൽ മനസ്സില്ലാ മനസ്സോടെ ഞാൻ ഒപ്പിട്ടു. പത്രമാധ്യമങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് ഞാൻ ഈ അന്വേഷണം CBIക്ക് വിടാൻ തീരുമാനിച്ചത്, ലാവ്ലിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞ നാൾ മുതൽ തുടങ്ങിയതല്ലേ ഈ വേട്ടയാടൽ. എത്രയോ സാഹചര്യമായി ഏതെങ്കിലും ഒരു കേസ് തെളിയിക്കുന്ന ഒരവസരം ഉണ്ടായോ? ഞാൻ ഇപ്പം ഈ അവസരത്തിൽ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കേണ്ട സാഹചര്യമില്ലാത്തതുകൊണ്ട് കടക്കുന്നില്ല. അങ്ങ് തുടങ്ങിയില്ലേ ഒരുപാട്. അങ്ങ് സിംഗപ്പൂർ കോടതി വ്യവഹാരങ്ങളിലേക്ക് പോകുന്നതിനെ വേട്ടയാടൽ എന്ന് കാണണ്ട. ലാവ്ലിനുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരങ്ങളിലേക്ക് പോകുന്നതിനെ വേട്ടയാടൽ എന്ന് കാണണ്ട. അങ്ങനെയെങ്കിൽ സോളാറുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാർ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെ ബ്രീഫ് ചെയ്യുകയാണ്, ഇന്ന ആളുകൾക്കെതിരെ അന്വേഷണം വരാൻ പോകുന്നുവെന്ന്. അത് വേട്ടയാടലാണോ? അതല്ല, സർക്കാരുകൾ എടുക്കുന്ന നടപടികളാണ്. അതിൽ രാഷ്ട്രീയമുണ്ടാകും, പക്ഷെ അത് വേട്ടയാടലെന്ന് പറയുക വയ്യ. പിന്നെ മാത്രമല്ല, ഈ വീടിന്റെ കാര്യത്തിലേക്ക് വന്നുകൊണ്ട് അരുണ ഞാൻ തടസ്സപ്പെടുത്തുകയല്ല. ഈ തിരുവനന്തപുരത്ത് AK താമസിക്കുന്ന ആ ശാസ്ത്രമംഗലത്തെ വീടൊന്ന് പോയി കാണണം. അതുപോലെ പുതുപ്പള്ളി ഹൗസ് ഒന്ന് പോയി കാണണം. ഇതുപോലെ തന്നെ ഇതിലൊക്കെ ഇല്ലാത്തൊരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഒരു സുരക്ഷാ പ്രശ്നം എന്താണ് ഈ പിണറായിക്ക് മാത്രം? അതും നിങ്ങൾ നല്ല കരുത്തോടെ പ്രതിരോധിക്കുകയല്ലേ കേന്ദ്ര ഏജൻസികൾ വന്നാൽ പോലും. അങ്ങനെ കൂട്ടായി ഒന്നിച്ചിറങ്ങാൻ കഴിയുന്ന സാഹചര്യമുള്ള ആ സ്ഥലത്ത് എന്തിനാണ് ഇത്രയും വലിയ വീട്, ഇത്രയും വലിയ സുരക്ഷ? ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ നേരെ ഞാൻ ലാവ്ലിൻ എന്നൊരു വാക്ക് അന്ന് ഉമ്മൻചാണ്ടി മനസ്സില്ലാ മനസ്സോടെ ഒപ്പിട്ടു എന്ന് അദ്ദേഹം സമ്മതിച്ചത് പറഞ്ഞപ്പോഴേക്കും കോടതികൾ പോകുന്നു. അങ്ങനെ കോടതിയിലേക്ക് പോകല്ലേ. ഈ കമല ഇന്റർനാഷണൽ താങ്കൾ കേട്ടിട്ടുണ്ടോ? താങ്കൾ കുറേ വർഷങ്ങളായിട്ട് മാധ്യമപ്രവർത്തനം നടത്തിയതല്ലേ. ഏതായാലും കമല ഇന്റർനാഷണലെ കുറിച്ച് താങ്കളും ചർച്ച നയിച്ചിട്ടുണ്ടാകുമല്ലോ. എവിടെയാ കമല ഇന്റർനാഷണൽ? ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന കമ്പനി സിംഗപ്പൂരിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ എത്ര വർഷങ്ങളായി, രാജ്യത്ത് എത്ര വർഷമായിട്ട് പ്രചരിപ്പിച്ചു? താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അങ്ങനെ ഇല്ല എന്ന് വന്ന് പത്രസമ്മേളനം നടത്തി പറയേണ്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത്. എത്രയോ അധിക്ഷേപങ്ങൾ, കള്ളവാർത്തകൾ, വ്യാജ വാർത്തകൾ.
ഇപ്പം അങ്ങ് എന്നോട് ചോദ്യം ചോദിച്ചു, ഷോൺ ജോർജ് പുതിയൊരു പരാതി. ഇത് പുതിയതൊന്നും അല്ല മിസ്റ്റർ. കേരളത്തിന്റെ ഹൈക്കോടതിയിൽ അദ്ദേഹം 2 വർഷം മുമ്പ് റിട്ട് പെറ്റീഷൻ കൊടുത്തു. ആ റിട്ട് പെറ്റീഷനുമായി ബന്ധപ്പെട്ട് ഇഡിയിലേക്ക് പുതിയ പരാതി എന്നാണ് പറഞ്ഞത്. വിദേശ അക്കൗണ്ട് അത് ഇത് ഒക്കെ ഉണ്ട്. ഞാൻ പറയട്ടെ അങ്ങനെ ഇടപെടലില്ല. നമ്മൾ ഒരുപാട് വൈകിയാണല്ലോ ചർച്ച വന്നത്. എൻ്റെ അകത്തായ കുറ്റം കൊണ്ടല്ല, കാരണം മറ്റു കാരണങ്ങൾ കൊണ്ടാണ്. അങ്ങ് ഇടപെടലില്ല. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, എനിക്ക് അധികം സമയമൊന്നും വേണ്ട. ഇവിടെ GST അടച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആഴ്ചകൾ, അതായത് സ്വന്തം അക്കൗണ്ടിലേക്ക് വന്ന പണം, അത് ഒരു കമ്പനിയുമായിട്ടുള്ള കരാറിന്റെ ഭാഗമായിട്ടുള്ള വേതനം, അതിൽ എന്തായിക്കോട്ടെ 2 കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ ഭാഗം, അതിൽ GST അടച്ചിട്ടില്ലെന്ന് പറഞ്ഞ് എത്ര ദിവസം ചർച്ച നടത്തി? GST അടച്ച രേഖ പുറത്തു വന്നപ്പോൾ പറഞ്ഞു IGST അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതും നമ്മൾ ചർച്ച നടത്തി. ആദായ നികുതി അടച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഈ കള്ളപ്പണം എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞാൽ പുറത്ത് കാണിക്കാൻ പറ്റാത്തതാണ്. ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന പണമാണ്. ആ പണത്തെ കുറിച്ച് ഒരു രേഖയും പുറത്തുണ്ടാകാൻ പാടില്ല. അങ്ങനെ നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള വാദമാണിത്. അല്ലല്ലോ, ഒരു സെക്കൻഡ്. കള്ളപ്പണം ബാങ്കിലൂടെ കൈമാറുമോ, കള്ളപ്പണത്തിന് നികുതി അടയ്ക്കുമോ, ഇതാണല്ലോ പൊതുവിലുള്ള വാദം. പക്ഷേ അരുൺ, ഈ സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ യുക്തി എന്താണ്? അതാണല്ലോ പ്രധാനം. ഒരു ഇടപാട് നടത്തുമ്പോൾ അത് യുക്തിഭദ്രമായിരിക്കണം, അല്ലേ? അതിന് ഈ പറയുന്ന സേവനം നൽകുന്നുവെങ്കിൽ സേവനം നൽകണം, സ്വീകർത്താവിന് സേവനം കിട്ടണം, ഇങ്ങനെയൊക്കെ ഒരു യുക്തി ഉണ്ടാവണമല്ലോ. ഇതൊന്നുമില്ല. ഒരു സ്ഥാപനം തുടങ്ങുന്നു, അതിന് അകമഴിഞ്ഞ് 25 ലക്ഷം കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് തിരിച്ചടയ്ക്കാതിരിക്കുമ്പോൾ വീണ്ടും 25 ലക്ഷം കൊടുക്കുന്നു. ആദ്യം പിന്നെ ഒരു 4 ലക്ഷം കൊടുക്കുന്നു, മടക്കി കൊടുക്കുന്നു. പിന്നെ മാസാമാസം 5ഉം 3ഉം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ലക്ഷം, പുതിയൊരു സേവനം എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു സേവനവും കിട്ടാതെ. അതിൽ നിന്ന് തിരിച്ചടവ് ഇതേ വ്യക്തി നടത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക ഇടപാടുകൾ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അരുൺകുമാർ? ഒരു 2 മിനിറ്റ് താങ്കൾ ഇടപെടരുത്. ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് 2024 ജനുവരി മാസം 10-ാം തീയതി കമ്പനികാര്യ വകുപ്പ് സെക്ഷൻ 210(1)(c) പ്രകാരം ഒരു അന്വേഷണം ആരംഭിച്ചത്. ചോദിച്ച രേഖ മുഴുവൻ ഹാജരാക്കി, എഗ്രിമെന്റ് ഹാജരാക്കി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഹാജരാക്കി. എത്ര ദിവസമാണ് അന്വേഷണത്തിന് കൊടുത്തതെന്നറിയോ? ഈ രാജ്യത്തെ കമ്പനികാര്യ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് പ്രകാരമുള്ള അന്വേഷണത്തിന് കൊടുത്തത് 30 ദിവസമാണ്. ഇപ്പോൾ 2 വർഷവും അതുപോലെ തന്നെ 6 മാസവും എത്തി, 2.5 വർഷം എത്തി. എന്തേ അതിൻ്റെ റിസൾട്ട് വരാത്തത്? എന്തേ അതിൻ്റെ ഏതെങ്കിലും റിപ്പോർട്ട് വരാത്തത്? അതവിടെ നിൽക്കട്ടെ. 18 ദിവസം കഴിഞ്ഞ് 2024 ജനുവരി 31-നാണ് SFIO അന്വേഷണം ആരംഭിച്ചത്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനികാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതാണല്ലോ. പേര് തന്നെ അതാണല്ലോ, അതിന്റെ ഫുൾ ഫോം. അതിനെന്താ അത്ര അനുവദിച്ച 3 മാസമാണ്. ഇപ്പൊ 2 കൊല്ലവും 3 മാസമായി. എന്തേ അതിന്റെ ഉത്തരവ് ഫൈൻഡിങ് വരാത്തത്? കുറ്റപത്രം കൊടുത്തു. എങ്ങനെയാ കുറ്റപത്രം കൊടുത്തേ? ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി ഇതിൽ മെറിറ്റൊന്നും ഇല്ല, അവിടെ നിൽക്കട്ടെ, ഞങ്ങളിത് പറഞ്ഞിട്ട് മതി, ഈ കേസ് നിൽക്കോ ഇല്ലയോ എന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഓടിക്കൊണ്ടുപോയി കൊടുത്തു. ആ കുറ്റപത്രം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ കാര്യം. ഞാൻ ചോദിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ താങ്കൾ ചോദിച്ച ഏത് ചോദ്യവും ഈ രാജ്യത്തെ ഏത് അന്വേഷണ ഏജൻസിയും അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. ആ അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ കൃത്യമായി മൊഴി കൊടുക്കുന്നു, രേഖ കൊടുക്കുന്നു. അത് മാധ്യമങ്ങളിൽ വന്ന് വെളിപ്പെടുത്തണം, അത് പൊതുസമൂഹത്തിൽ പറയണം എന്നതാണ് ഇവിടുത്തെ ആവശ്യം. അതൊക്കെ വരേണ്ട സമയത്ത് കൃത്യമായി വരും. ഞങ്ങൾക്ക് അതിലൊരു ഭയമില്ല. ഇപ്പൊ ED വന്നു. ED എന്താ? SFIO കൊടുത്ത റഫറൻസിന്റെ ഭാഗമായി എന്തോ കംപ്ലൈന്റിന്റെ ഭാഗമാണ് എന്ന് കേൾക്കുന്നു. അതിന്റെ ഭാഗമായി മറ്റേ FIR ആണ്. മറ്റേ ഹൈക്കോടതിയുടെ വിധി പറയുന്ന FIR ഇല്ല, ഇവിടെ വെറും സമൻസ് മാത്രമാണ്. ആയിക്കോട്ടെ, ഒരു സമൻസ് ഇഷ്യൂ ചെയ്താൽ പോകും, കാര്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയും, രേഖ ഹാജരാക്കണോ ഹാജരാക്കും. ഇപ്പൊ 1.72 അല്ല 2.72 എത്രയും ആയിക്കോട്ടെ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങളെല്ലാം കമ്പനികാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് അന്വേഷണത്തിൽ വെളിപ്പെടുന്നതാണ്. പക്ഷെ ED വരണമെങ്കിൽ ഈ രാജ്യത്തെ നിയമം പാലിക്കണ്ടേ? ശ്രീ വേണുവിന് അറിയാമല്ലോ, സുപ്രീം കോടതി എത്ര തവണ പറഞ്ഞു, ഭരണകൂടത്തിന്റെ ചട്ടുകമായിട്ട് ED അതമ്പതിക്കരുത്. ED എന്ന് പറഞ്ഞാൽ PMLA ആക്ട് പ്രകാരം ഇതുവരെ കാണാത്ത പണം ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായി ഉണ്ടാക്കണം, അത് വെളിപ്പെടുത്തണം. അതാണ്. അപ്പോൾ നിയമവിരുദ്ധമായി ഏത് അന്വേഷണ ഏജൻസി വന്നാലും ഞങ്ങൾ അതിനെ നിയമപരമായിട്ട് നേരിടും, രാഷ്ട്രീയപരമായി. ഇത് ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംഘടനയാണ്, ഒരു കമ്പനിയാണെങ്കിൽ എങ്ങനെയാണ് ഈ കേസിൽ വന്ന് കേന്ദ്രീകരിക്കപ്പെട്ടത്? അത് സഖാവ് പിണറായി വിജയന്റെ മകൾ എന്ന രൂപത്തിലാണ്. അത്തരത്തിൽ സഖാവ് പിണറായി വിജയനെയും ശരി ഞാൻ ഇടപെടുകയാണ്. എന്തായാലും അപ്പോഴും ബാക്കി നിൽക്കുന്ന സാധാരണക്കാരന് മുന്നിലുള്ളൊരു ചോദ്യമുണ്ട് അരുൺകുമാറെ. സാധാരണക്കാർക്ക് തോന്നുന്ന ഒരു ചോദ്യമുണ്ട്. ഇതിന്റെ ഒരു യുക്തി എന്താണ്? അയാൾക്ക് 1.72 2.78 എത്ര വേണമെങ്കിലും കിട്ടിക്കോട്ടെ, അധ്വാനിച്ച് നേടുന്ന പണമാണോ അതല്ല നോക്കുകൂലിയാണോ? ഇതാണ് കേരളത്തിന് ഇനിയും മനസ്സിലാകാതിരിക്കുന്ന ചോദ്യം. അത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പിണറായി വിജയൻ വ്യക്തത വരുത്തിയിട്ടില്ല.